Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Anmechuta. Good afternoon, Miss. Prayer start ചെയ്തോട്ടോ. Prayer പറഞ്ഞോട്ടോ. ഇപ്പോഴാണെങ്കിൽ prayer start ചെയ്തോ. ആരും പ്രിപ്പയർ അല്ല? ഓക്കെ. നമുക്കൊരു 1 minute ഒരു സൈലന്റ് prayer കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഹെയർ ഒബ്സർവേഷൻസ് തുടങ്ങിയായിരുന്നു മാം. ഒബ്സർവേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെട്ടോ. ഒന്ന് ഷെയർ ചെയ്തിട്ട് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. 5 പോയിന്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ഓക്കെ കേട്ടോ. അപ്പോ നമ്മള് മരിയം മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്. സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തു. ചെയ്തായിരുന്നു മാം. അതും ചെയ്തു അല്ലേ? ആതിര, ഫാത്തിമ, അജിത, രശ്മി ഓക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഹർ ഒബ്സർവേഷൻസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അഡൽട്സ്, നമ്മൾ മുതിർന്നവര് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? പ്രോക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യം കാണിക്കുന്നത്. പക്ഷെ കുട്ടികൾ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. കാരണം ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം അവരുടേതായ രീതിയിൽ ചെയ്യാനായിട്ട് അവരായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ചിൽഡ്രൻസ് വിൽ എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ്. കുട്ടികൾ അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യും. പക്ഷെ അഡൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റ് ആയിട്ട് വരച്ച് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. പക്ഷെ മുതിർന്നവര് നമ്മളുടെ ചുറ്റുപാട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. The adult procreate while child creates. The child uses the environment to perfect himself while the adult uses himself to perfect the environment. അപ്പൊ കുട്ടികളാണെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് എന്താണ് ഇഴുകി ചേരാൻ ശ്രമിക്കുമ്പോൾ അഡൽട്ട് നമ്മൾ മുതിർന്നവർ നമ്മളായാലും നമ്മളുടേതായ രീതിയിൽ ആ ഒരു എൻവയോൺമെന്റ് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അഡൽട്ട് ഇനി ലോങ്ങർ ഡെവലപ്പിംഗ്, ഇനി ഒരു അഡൽട്ട് ഡെവലപ്പ് ചെയ്യാനില്ല. അഡൽട്ട് അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞു, ആ ടോപ്പ് സ്പീഷ്യസിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ കുട്ടികള് എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ഷനിലൂടെയും ഓരോ കാര്യങ്ങൾ ഒബ്സർവേഷനിലൂടെയും എക്സ്പീരിമെന്റ്സിലൂടെയും അവർക്ക് മെന്റൽ ഡെവലപ്മെന്റ്, സൈക്കിക് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രോപ്പർ ടൈമാണ്, ഡെവലപ്മെന്റ് നടക്കുന്ന പ്രോപ്പർ ടൈമാണ് ഇത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോ the adult is no longer developing. He reached the top of the species, but the child react with the environment and absorb the impression of his psychic development. അപ്പോൾ സൈക്കിക് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള എന്താണ് സൈക്കിക് ഡെവലപ്മെന്റ് അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ എങ്ങനെയാണ് അക്യൂർ ചെയ്യുന്നത്? അവരുടെ എൻവയോൺമെന്റിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. എൻവയോൺമെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഈച്ച് ആൻഡ് എവറി തിങ്സ്. ഒരു ഇലയാണെങ്കിൽ ആ ഇലയെ തന്നെ ടച്ച്
ചെയ്ത് നോക്കി അത് കണ്ട് സെൻസ് ചെയ്ത് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്താണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ സൈക്കിക് ഡെവലപ്മെന്റ് നടക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏതാണ്, ചൈൽഡ്ഹുഡ് ആണ്. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാല് ചൈൽഡിന്റെ വർക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ റിസൾട്ടിനെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് അത് ഇന്റേണൽ വൺ ആണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരു വർക്ക് ചെയ്യാനായിട്ട് അവന്റെ ഒരു തോന്നൽ സ്റ്റിമുലി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന പ്രേരണകളാണ്. സെൽഫ് കൺസ്ട്രക്ഷൻസ് ആണ്, ആ കുട്ടിയുടെ സെൽഫ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കുട്ടികള് കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് സ്വയമേ തോന്നുന്നതാണ്, ഉള്ളിൽ നിന്ന് വരുന്നൊരു തോന്നലിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ അഡൾട്ട് എപ്പോഴും ഒരു വർക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? നമുക്ക് എന്തെങ്കിലും വർക്ക് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, അത് സ്വയം ക്രിയേറ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികള് അവർക്ക് ആ വർക്ക് ചെയ്യുന്ന ആ രീതി വളരെ ഇഷ്ടമാണ്. അപ്പൊ ആ വർക്ക് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കോൺസെൻട്രേഷൻ, മോട്ടോർ ഡെവലപ്മെന്റ്, വർക്ക് ഹാബിറ്റ് ഇതെല്ലാം ഡെവലപ്പ് ആവും. അങ്ങനെ അത് നല്ലൊരു എന്താ പറയാ ഒരു നല്ലൊരു ചൈൽഡ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അവര് എന്താണ് കൂടുതലായിട്ട് സെൽഫ് കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അഡൾട്ട് എന്ന് പറഞ്ഞാൽ ഫൈനൽ റിസൾട്ടിനെ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, താല്പര്യം കാണിക്കുന്നത്. കുട്ടികൾ അങ്ങനെയല്ല, കുട്ടികൾ ആ ഒരു വർക്ക് ത്രൂ വർക്ക് ചെയ്യാനാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അവർ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൺ ഓഫ് ദ കോൺസെൻട്രേഷൻ, മെന്റൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, മോട്ടോർ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, വർക്ക് ഹാബിറ്റ് ഒരുപാട് നേരം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒരു വർക്ക് ചെയ്യാനുള്ള അവരുടെ ഹാബിറ്റ് അതുവഴി സെൽഫ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കുട്ടി എന്ന് പറയുന്നത് അവന്റെ ആ ഒരു പ്രോസസ് ഓഫ് വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ വർക്ക് ചെയ്യുന്ന രീതിക്കാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ നമ്മൾ മുതിർന്നവരെങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാൽ മുതിർന്നവരാണെങ്കിൽ എൻഡ് റിസൾട്ടിനായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻഡ് റിസൾട്ട് എന്താണ് എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ ആ ഒരു വർക്കിന് ഇഷ്ടപ്പെടുന്നു, ആ വർക്ക് ചെയ്യുന്ന പ്രോസസ് സ്റ്റെപ്സുകളാണ് അവർ ഇഷ്ടപ്പെടുന്നത്, ചെയ്യുന്ന രീതിയിൽ. അല്ലെങ്കിൽ എൻഡ് റിസൾട്ടിനേക്കാൾ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ വർക്ക് ചെയ്യുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആരെങ്കിലും റീഡ് ചെയ്യോ? The aim of the child's work is not an external one, but of an internal one, that is for self-construction. An adult works to finish an activity, and the child works in order to grow. Through work, he develops concentration, motor development, work habit, and more importantly, his self-concept. ഓക്കെ, അപ്പോ നമ്മള് ഒരു എക്സ്റ്റേണൽ വണ്ണായിട്ടല്ല ചൈൽഡ് വർക്കിംഗ് നമ്മൾ കാണുന്നത്. ഉള്ളിൽ നിന്ന് ആ ഒരു പ്രേരണ ഉൾക്കൊണ്ട് അവൻ ആ ഒരു സ്റ്റിമുലേ നോക്കിയിട്ട് തന്നെയാണ് അവൻ ആ വർക്ക് ചെയ്യുന്നത്. 83 ആണെന്ന് തോന്നുന്നത്, 81 കേട്ടാ. ഓക്കെ, ആ ഒരു ഫീൽഡിലൂടെ തന്നെയാണ് അവൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവൻ സെൽഫ് കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും അഡൽട്ടിനെ സംബന്ധിച്ച് എന്ത് ലക്ഷ്യം എന്ന് പറയുമ്പോൾ, കുട്ടീനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആ വർക്കിലൂടെയാണ് അവൻ ഒരു ഓർഡർ ടു ഗ്രോ, അവൻ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നതിലൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. ത്രൂ വർക്ക് കുട്ടികൾ കോൺസെൻട്രേഷൻ പവർ, മെന്റൽ ഡെവലപ്മെന്റ്, വർക്ക് ഹാബിറ്റ് ഒക്കെ അക്യൂർ ചെയ്യുന്നത്. ഹാൻഡ് ആൻഡ് ഹൈ കോർഡിനേഷൻ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, തേർഡ്. The child is more interested in the process of work, while the adult is more interested in results. നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലേ, നമ്മൾ എപ്പോഴും ആ റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മുതിർന്നവർക്ക് ക്യാരക്ടർ ഒക്കെയാണ് നമ്മൾ എപ്പോഴും റിസൾട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, അവർ ആ പ്രോസസ് ഓഫ് വർക്ക്, ആ വർക്ക് ചെയ്യുന്ന രീതിനെ ആയിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇനി ദി ചൈൽഡ് ഫോളോ ലോ മാക്സിമം എഫേർട്സ് ആണ്. ഒരു കുട്ടി ലോ മാക്സിമം എഫേർട്സ് എല്ലാ കാര്യത്തിലും കുട്ടികൾ എന്താ പറയാ, ലോ മാക്സിമം എഫേർട്ട് ആണ് ഫോളോ ചെയ്യുന്നത്. അവൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഹി മസ്റ്റ് ഡു ഇറ്റ് ഹിംസെൽഫ്. ഓരോ കാര്യങ്ങളും അവൻ എന്ത് ചെയ്യണം, സ്വയമേ ചെയ്യാനായിട്ട് പഠിക്കണം. കുട്ടികൾ എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണെങ്കിൽ അവർ നേരത്തെ ഇൻഡിപെൻഡന്റ് ആവും. അതേപോലെ തന്നെ അവന് സ്വയമേ ഒരു ഫീൽ ഓഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.
നോ വൺ ക്യാൻ ഡു ഇറ്റ് ഫോർ ഹിം. അവന് വേണ്ടി വേറെ ആരും ചെയ്യാനില്ല എന്ന് വരുമ്പോ അവൻ തന്നെ അത് എന്ത് ചെയ്യും, ചെയ്തോളും. അപ്പൊ അവന്റെ ഡെവലപ്മെന്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അല്ലാതെ അമ്മമാരാണ് മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോ അവർ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ലേറ്റ് ആവും. ഡിഫറൻസ് ഒന്നും കാണിക്കരുത്. പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അവരുടേതായ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യണം. അവരുടെ ഏജിൽ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് എന്താണ് ഡെവലപ്മെന്റ് നേരത്തെ കൈവരിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകളൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, അറസ്റ്റഡ് ആയിരിക്കും. അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ആവാനായിട്ട് പറ്റില്ല. ഫോർത്ത് പോയിന്റ് വായിച്ചോട്ടെ ആരെങ്കിലും. The child follows a law of maximum effort. To grow, he must do it himself, and no one can do it for him. In fact, every assistance given to a child arrested development. അപ്പോൾ അവൻ ചെറുപ്പത്തിൽ ചൈൽഡ് ഫോളോയിങ് മാക്സിമം എഫേർട്ട് ആണ് ഫോളോ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നില്ല. വലിയ സ്റ്റേറ്റസിലാണ്. പിന്നീട് അവന് അവരുടേതായ ഒരു ഏജിനനുസരിച്ച് അവന് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടികളെ കൊണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യിക്കുക. അതുവഴി അവർക്ക് ഡെവലപ്മെന്റ് കൈവരിക്കുക. അല്ലാത്ത പക്ഷം കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്താവും, അറസ്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഒരു കുട്ടി വർക്ക് ചെയ്യുന്നത് ഒരു റിതമുണ്ട്, റിതമുണ്ട് എന്ന് വെച്ചാല് അഡൽട്ട് വർക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരൂലേ, ആ ടൈമില് അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും. അപ്പൊ കുട്ടികളെ കൊണ്ട് നമ്മളൊന്ന് പിൻതവർ ചെയ്യിക്കുന്നതും നമ്മൾ പിൻതവർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ചില നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതാണ് വലുത് എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണ് പിക്ക് ചെയ്ത് വെക്കുന്നെങ്കിൽ കുട്ടികൾ ആ ഒരു കോൺഷ്യസ് ആയിരിക്കില്ല. അത് വെച്ച് ബിൽഡ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ക്യൂബ് വിട്ടുപോകുന്നത്. അപ്പൊ വീണ്ടും അവരെന്ത് ചെയ്യും, അവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് വെച്ചാൽ അവർക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ കുട്ടികളുടെ വർക്കിനൊരു റിതമുണ്ട്, ഒരു നല്ല ഒരു റിതത്തിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, വർക്കുകൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ ഫെസിലിറ്റേഴ്സ് എപ്പോഴും അവരെ ഇന്റർഫിയർ ചെയ്യുന്നതായിട്ടില്ല. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമ്മളോട് അവർ എന്ത് ചെയ്യും, നമ്മളെ ചിലപ്പോൾ നോക്കും. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കും. നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ ആ വർക്ക് അവർ തന്നെ ചെയ്തോളും. ഇനി നമ്മള് അവരെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല, അവർ വഴക്ക് പറയാനൊന്നും പാടില്ല. കാരണം അവൻ ആ വർക്ക് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ചെയ്യില്ല, നീ കറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടീനെ ഭയങ്കര മെന്റലി അത് അഫക്ട് ചെയ്യും. നമ്മള് ആരെയും ഷൗട്ട് ചെയ്യാൻ പാടില്ല, അവർ വഴക്ക് പറയാനായിട്ട് പാടില്ല. The rhythm of the child's work is different from that of the adult. ചൈൽഡിന്റെ വർക്ക് എന്ന് പറയുന്നത് അഡൽട്ടിന്റെ വർക്കിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ്. A child of about 3.5 years who wants to work with the 10 cubes of pin tower on a drum would make the 10 separate trips all across the row. അപ്പൊ നമ്മളൊരു കുട്ടി പിൻ ടവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ശരിയാണ്. നമ്മൾ മോൺസോറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പിൻ ടവർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്രാഫ്റ്റ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഇത് വുഡൻ ക്യൂബ്സ് ആണ്. പിങ്ക് ടവർ എന്ന് പറയുന്നത് വുഡൻ ക്യൂബ്സ് ആണ്. പിങ്ക് കളറാണ്, നല്ല അട്രാക്റ്റീവ് ആണ്. വുഡൻ ക്യൂബ്സ് ആണ് നമ്മൾ കുട്ടികളെ ടച്ച് ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ഈ ഒരു പിങ്ക് ടവർ യൂസ് ചെയ്ത് ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. എന്നുവെച്ചാൽ എങ്ങനെയാണ് ആർക്കിടെക്ചർ സ്കിൽസ് കുട്ടികൾ ബിൽഡ് ചെയ്യുന്നത്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും, കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. അതേപോലെ ബിഗ് ഓർ സ്മോൾ, ഇപ്പൊ വലിയ ക്യൂബ് എടുത്തിട്ട് ബിഗ്, ആ വെയിറ്റ് വുഡൻ ക്യൂബ് എന്ന് പറയുന്നത് വെയിറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് ബിഗ്, സ്മോൾ, ചെറിയ ക്യൂബ് ആണെങ്കിൽ സ്മോൾ, ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കാണുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ലേ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ചില കുട്ടികൾ അങ്ങനെയല്ലാണ്ടോ. ഒരു കുട്ടി ചെയ്തത് ഇപ്പൊ ഫസ്റ്റ് ക്യൂബ് വെച്ചിട്ട് 2 എണ്ണം സൈഡിലേക്ക് വെച്ചു, നടുക്കൊരു ക്യൂബ് വെച്ചു, അത് കഴിഞ്ഞ് 2 എണ്ണം സൈഡിലേക്ക് വെച്ചു, നെക്സ്റ്റ് ക്യൂബ്,
അങ്ങനെ വെച്ചപ്പോ ഇത് ചെയ്യും. അപ്പൊ കുട്ടികൾ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആണ്. എന്റെ കൺസെപ്റ്റിലാണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പിങ്ക് ഫ്ലവർ ബിൽഡ് ചെയ്യുന്നു. പക്ഷെ ആ കുട്ടി അങ്ങനെ ചെയ്തപ്പോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയും ചെയ്യാതെ, അങ്ങനെയും കൺസ്ട്രക്ട് ചെയ്യാം. കാരണം അവൻ കൺസ്ട്രക്ട് ചെയ്യാണ് ഓരോ രീതിയിലും അവന്റേതായ രീതിയിൽ എന്ത് ചെയ്യാണ് കൺസ്ട്രക്ട് ചെയ്യാണ്, അവന്റെ ഐഡിയ ആണത്. അപ്പോ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഒരു വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പക്ഷെ വിചാരിച്ചത് എന്താണ്, ഞാൻ കുറച്ച് മുതിർന്നൊരു കുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നേരിട്ട് തന്നെ അത് കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ ഇല്ല, നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലും പിങ്ക് ടവർ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോ ഈ പിങ്ക് ടവർ പോലെ തന്നെ ടോയ്സ് അവൈലബിൾ ആണ്, ബിഗ് ആൻഡ് സ്മോൾ ടോയ്സുകൾ. ഇന്ത്യയിലൊക്കെ ടോയ്സുകൾ കണ്ടിട്ടുണ്ടോ? റിംഗ് ടോയ്സ് കണ്ടിട്ടുണ്ട്, കളർ റെയിൻബോ റിംഗ്സ്. കളർ റെയിൻബോ വന്നിട്ട് കളർ പോലെ വന്നിട്ട് മോളൊരു ഡക്കുള്ള പോലത്തെ ആ ടോയ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യിക്കാം. അവര് വീണ്ടും വീണ്ടും ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് അത് ഫിൽ ചെയ്യും. എന്ന് വെച്ചാല് ചെറിയ കുട്ടികൾ, 2.5 വയസ്സ് മുതലുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യും, 2-2.5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യും. അപ്പൊ അവർക്ക് ആ ഒരു എന്താ പറയാ ഹയർ കോർഡിനേഷനും ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ അതേപോലെ തന്നെ സർവീസ് അതേപോലെ തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. പിങ്ക് ടവർ ആണ് ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ്. അപ്പൊ പിങ്ക് ക്യൂബ്സ് വെച്ചിട്ട് ഈ കുട്ടി ചെയ്യുന്ന പോലെ ഒരിക്കലും സെപ്പറേറ്റ് ടിപ്സ് ഓൾ അക്രോസ് ദ റൂം ഡിഫറെന്റ് സൈഡിൽ നമ്മൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യും, ഒരു സെയിം ആയിട്ട് തന്നെ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. പക്ഷെ അഡൾട്ട് അങ്ങനെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്. കുട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹറി അല്ല, ധൃതിയൊന്നുമില്ല. അപ്പം പതുക്കെ സാവധാനമായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. The child does not hurry as we do towards the end. നമ്മൾ എൻഡ് റിസൾട്ടിന് ഭയങ്കര ഹെറിയപ്പ് ആയിരിക്കും. സ്പീഡ് ചെയ്ത് ആരാണ് ഫസ്റ്റ്, എത്ര സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് ക്യൂബ് വയ്ക്കുന്നത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. കുട്ടി ആ വർക്കിന് ഇഷ്ടപ്പെട്ട് ആ വിധത്തിലായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ബട്ട് ഫോളോവിങ് ദിസ് rhythm, the child is able to perfect himself. അവൻ ആ ഒരു വൃദ്ധത്തിലൂടെയാണ്, അവൻ അത് ഫോളോ ചെയ്യുന്നതിലൂടെ അവൻ ആ അവൻ തന്നെ പെർഫെക്റ്റ് ആയി മാറാണ്. ഇത്രയും കാര്യങ്ങളാണ് മരിയം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഡിസ്കവറീസ് നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഡിസ്കവറീസ് പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഡോക്ടർ മരിയ മോണ്ടിസോറി formally announced that the child must pose within his predetermined pattern of psychic എന്നാണോ? അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് നിങ്ങളുടെ ടെക്സ്റ്റില്? സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഓക്കെ, സൈക്കിക് എന്നാണ് സ്പെല്ലിംഗ്. PSYCHIC. ഓക്കെ, ഒന്നുകൂടെ പറയോ? ഞാൻ ടൈപ്പ് ചെയ്താൽ കേട്ടോ. ഇവിടെ ഉണ്ട് സൈക്കിക് എന്നുള്ളത്, കണ്ടോ നിങ്ങള്? ഞാൻ ഇവിടെ എവിടെയോ ഉണ്ട് സൈക്കിക്. അതെ, നമ്മുടെ ടെസ്റ്റിൽ ചെറുതായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ചെറുതായിട്ട്. എന്നുവെച്ചാല് ഡിപ്ലോമയിൽ അധികം മിസ്റ്റേക്ക് ഇല്ല, ചില സ്പെല്ലിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അത് സൈക്കിക് എന്നാണ്, ഫിസിക്സ് അല്ല സൈക്കിക്. എഡിറ്റ് ചെയ്തോ? വീണ്ടും വരുന്നുണ്ട് തോന്നണ എവിടെയോ, അതും കൂടി ഒന്ന് എഡിറ്റ് ചെയ്തേക്ക്. ഇത് തെറ്റാണ്, തെറ്റിന് ഞാൻ റെഡ് വെച്ച് മാറിയ, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഓക്കെ, സൈക്കിക്ക് നോക്കാം കേട്ടോ. ചേഞ്ച് ചെയ്തോ? നോക്കാം. Dr. Maria Montessori formally announced that the child must pose with him a predetermined pattern of psychic unfolding which is not obvious to birth. ഈ കുട്ടികള് ജനിക്കുമ്പോ തന്നെ, ആ കുട്ടി ജനിക്കുമ്പോ തന്നെ
എന്താണ് മാനസികമായിട്ട് മെച്ചുവേർഡ് ആവുന്നില്ല. മാനസികമായിട്ട് അവർക്ക് വളർച്ചയില്ല. ശാരീരികമായിട്ട് ഹെൽത്ത് ഓക്കെ ആണെങ്കിലും അവര് മാനസികമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മാനസികമായിട്ടുള്ള അനാവരണം ചില ആ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല കുട്ടി അറ്റ് ബർത്ത്. ആ ഒരു ബർത്തിന്റെ സമയത്ത് ആ സമയം മോണ്ടിസോറി പറയുന്നത് കുട്ടി സ്പിരിച്വൽ എംബ്രിയോയിലാണ്. ഷി റെഫേഴ്സ് ടു ദം ആസ് എ സ്പിരിച്വൽ എംബ്രിയോ. ആ സമയത്ത് സ്പിരിച്വൽ എംബ്രിയോ ആണ്. എംബ്രിയോസ് നമ്മുടെ ലൈഫിൽ ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് പോലെയാണ് ആ കുട്ടിയുടെ മനസ്സും. മോണ്ടിസോറി വാസ് of the view that the psychic pattern to reveal itself to condition must be satisfied. ഒരു കുട്ടിയുടെ സൈക്കിക് മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഈസ് ദ എൻവയോൺമെന്റ്. ആദ്യത്തെ ഏതാണ്? എൻവയോൺമെന്റ് ആണ്. ഒരു കുട്ടിയുടെ ചുറ്റുപാടും ഏതൊക്കെ എൻവയോൺമെന്റ് ഉണ്ട്? ചുറ്റുപാട് മെയിൻ ആയിട്ട് അവനെ ഇൻഫ്ലുവൻസ് ചെയ്ത എൻവയോൺമെന്റ് ഏതൊക്കെയാണ്? ഞാൻ ഒരെണ്ണം പറയട്ടെ. ഹോമാണ്, വീടാണ്. മറ്റൊന്ന് സ്കൂള്, പിന്നെ സോഷ്യൽ, ഓക്കെ സൊസൈറ്റി. അപ്പോ ഈ 3 എൻവയോൺമെന്റിലൂടെയാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അപ്പൊ ഈ 3 എൻവയോൺമെന്റിൽ അക്യൂർ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയുടെ ആ ഒരു മൈൻഡിൽ എന്ത് ചെയ്യുന്നത്, അബ്സോർവ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ കം ടു ദ ടേംസ് വിത്ത് ലിമിറ്റഡ് ഓഫ് ഹിസ് യൂണിവേഴ്സ്. അവന്റെ വേൾഡ്, ആ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്ന അവന്റെ ചുറ്റുപാട് അവൻ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതിനോട് ഇടുക്കി ചെയ്യുമ്പോഴാണ് അവൻ ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സെക്കൻഡ്, ഹി നീഡ് ദ ഫ്രീഡം ടു ഡിസ്ക്ലോസ് ഹിംസെൽഫ്. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? അവന് ഫ്രീഡം വേണം. അവന് ഡിസ്ക്ലോസ് ചെയ്യാൻ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഫ്രീഡം അലോ ചെയ്യണം. ഇഫ് ദീസ് ടു കണ്ടീഷൻസ് ആർ ആബ്സെന്റ്, അപ്പൊ അവന് എൻവയോൺമെന്റ് പ്രോപ്പർ അല്ല, അതേപോലെ തന്നെ ഫ്രീഡം കിട്ടുന്നില്ലെങ്കിൽ അവനതൊരു സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല. If these two conditions are absent, psychic life of the child will not reach its potential and his personality will be retained. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ കുട്ടിയുടെ സൈക്കിക് ലൈഫ് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യണമെന്നില്ല. ഓൾ ഡെവലപ്മെന്റ് റീറ്റെയിൻ മന്ദഗതിയിലാവാനുള്ള പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. Believing that the child has a റിയൽ കൺസ്ട്രക്റ്റീവ്, നമ്മള് ശരിക്കും പറഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞാൽ റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി ആൻഡ് അൺഓർഗനൈസ്ഡ് ഇന്റലക്ച്വൽ പവർ. കുട്ടികൾക്ക് റിയൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്, അവരുടെ ഇന്റലക്ച്വൽ പവർ ഉണ്ട്. അത് അൺറെക്കഗ്നൈസ്ഡ് ആണ്. അവരുടെ കഴിവ് എന്താണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. മോണ്ടിസോറി എംഫസൈസ് ദ നീഡ് ടു യൂസ് ദിസ് എനർജി ടു ജനറേറ്റ്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് വെച്ചാൽ അവരുടെ എനർജി യൂസ് ചെയ്യണം, അറിയണം. അതെങ്ങനെയാണ്? ത്രൂ വർക്കിലൂടെ മാത്രമാണ് അവർക്ക് അവരുടേതായ കഴിവ് എന്താണ് അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോ റെക്കോർഡൊക്കെ ചെയ്തു തുടങ്ങിയോ? ഓക്കെ. റെക്കോർഡില് പിക്ചേഴ്സ് ഒക്കെ എന്താ പറയാ, എന്നോട് കുട്ടി പറയട്ടോ, ലൈവ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞതാണ്, മിസ്സേ ഇതില് മാക്സിമം പിക്ചേഴ്സ് ഞാൻ തന്നെ വരച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രിന്റ് എടുക്കാൻ പോകാനായിട്ട് ഒത്തിരി ദൂരെ പോകണമായിരുന്നു. പ്രിന്റർ വീട്ടിൽ ഒത്തിരി ദൂരെ പോയിട്ട് വേണം പ്രിന്റ് എടുക്കാൻ. അങ്ങനെ ഞാൻ വരയ്ക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷെ ഈ റെക്കോർഡ് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അങ്ങനെ വരയ്ക്കാനുള്ളൊരു കഴിവുണ്ട്. ഞാൻ പറഞ്ഞു വരച്ചത് നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയിലാണ് ഓരോ പിക്ചേഴ്സും വരച്ചിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞ ഇങ്ങനൊരു കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണെന്ന്. അപ്പോ എന്താ പറയാ, നമ്മൾ നമ്മളുടെ കഴിവ് എന്ത് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കും ഉണ്ടാവും ഒരു എന്താ പറയാ, എല്ലാവർക്കും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാവും, കഴിവുകൾ ഉണ്ടാവും. നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികളുടെ കഴിവ് എന്താണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്നുവെച്ചാൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പവർ എന്താണ്, പേഴ്സണാലിറ്റി എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ബിൽഡ് ചെയ്യുന്നു, അതെ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ന്യൂ വേൾഡ് ഫോർ റിയാലിറ്റിയിലെ കുട്ടികൾക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നൊക്കെയാണ് നമ്മൾ ഇനി റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഹെർ ഒബ്സർവേഷൻ മുതൽ എ ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി വരെ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
എല്ലാവരും റീഡ് ചെയ്തോ? Ma'am, a psychic means എന്ത് ma'am? മാനസികമായ മെന്റൽ മൈൻഡ്. രണ്ട് വേർഡും തെറ്റാണ്. ഫിസിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടും തെറ്റാണ്. സൈക്കിക്കിന് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു വേർഡ് അവിടെ അങ്ങനെ വരാനേ ഫിസിക്സ് ഒരിക്കലും നമ്മൾ മെന്റൽ മൈൻഡാണ് സൈക്കിക് കേട്ടോ. ഡൗട്ട് വരരുത്. എല്ലാവരും ഒന്ന് എഡിറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് മോണ്ടിസോറി കൺസെപ്റ്റ് എന്ത് ചെയ്തു വേൾഡൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിരുന്നപ്പോ ഒരു എന്താ പറയാ ഒരു ബിൽഡിംഗ് സൊസൈറ്റി മോണ്ടിസോറിനെ കോണ്ടാക്ട് ചെയ്തു. അവരുടെ ഒരു ഏരിയയില് സ്ലംസ് ചിൽഡ്രൻസ് കുറെ ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കില് സ്ലംസ് ഏരിയയിൽ താമസിക്കുന്ന കുട്ടികൾ കുറെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊരു ഡേ കെയർ സെന്റർ തുടങ്ങാൻ പറ്റും എന്ന് മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി സ്കൂളിന്റെ ഫസ്റ്റ് സ്കൂള് ആ ഒരു പ്ലേസിൽ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ മോണ്ടിസോറി ട്രെയിൻ ചെയ്തത് ആകെ ഒരു സെൻസറി മെറ്റീരിയൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കൺസെപ്റ്റ് അവർ ഫോളോ ചെയ്ത കൺസെപ്റ്റ് എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് പറയും. സ്വയമേ ഓരോ കാര്യങ്ങൾ പഠിക്കുക, ഓട്ടോ എഡ്യൂക്കേഷൻ. ഈ ഒരു സ്കൂളാണ് ഇറ്റലിയിൽ ആദ്യമായിട്ട് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്ത സ്കൂള്. പിന്നെ അതിന്റെ ശേഷം ഒരുപാട് ആ ഒരു കുട്ടികളില് കണ്ട് മനസ്സിലാക്കിയ ഒബ്സർവേഷൻ ബേസിലാണ് നമ്മളിന്ന് പഠിക്കുന്ന മോണ്ടിസോറി മെത്തേഡിന്റെ ബേസിക് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി പ്രിൻസിപ്പിൾസ് ഉള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ് ആരും വായിക്കോ? Maria Montessori was requested by a building society to contact a daycare center for some slum children at a place called San Lorenzo. So, on the basis of her findings, Montessori started the school named Casa di Bambini, meaning the House of Children, in 1907. There she centered on teaching the students ways to evolve their own skill at a pace they set, a principle Montessori called spontaneous self-development or auto-education. This was the first school in the chain of schools she started in Italy. Okay, നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ബിൽഡിംഗ് സൊസൈറ്റി മോണ്ടിസോറിനെ കോണ്ടാക്ട് ചെയ്തു. അവരുടെ ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ലംസ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ്. എവിടെയാണ് ആ പ്ലേസ്? ഈ സ്ഥലത്താണ് സാൻ ലൊറൻസോ എന്ന് പറയുന്ന സ്ഥലത്താണ് മോണ്ടിസോറി നമ്മുടെ മോണ്ടിസോറി ബേസിക് ആയിട്ടുള്ള ഫൈൻഡിങ്സിനും ഇതിന്റെ ഒരു ബേസിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. കാസാ ദി ബാമ്പിനി എന്നാണ് മീനിങ്. ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് വെച്ചാൽ ദ ഹൗസ് ഓഫ് ചിൽഡ്രൻസ്. ഇൻ 1907 സ്റ്റാർട്ട് ചെയ്തത്. നോട്ട് ചെയ്യാം എവിടെയാണ്, സ്കൂളിന്റെ പേര് എന്താണ്, ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത്. ഷീ സെന്റർഡ് ഓൺ ടീച്ചിങ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോ മോണ്ടിസോറി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ they to involve their own skills at the place they set. ആ ഒരു പ്ലേസിൽ അവരുടേതായ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് മോണ്ടിസോറി പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. സ്വയമേ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കുക, ക്ലിയർ ചെയ്യുക. ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് അവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്തത്, സപ്പോർട്ട് ചെയ്തത്. This was the first school in the chain of school she started in Italy. Italy start ചെയ്ത ആദ്യത്തെ സ്കൂളാണ് അത്. ഒരു മിനിറ്റ്. ഓക്കെ,
അപ്പൊ ഫസ്റ്റത്തെ സ്കൂളായിരുന്നു ഏത് പ്രാചാര്യ ബാബിനി എന്ന് പറയുന്നത്. ത്രൂ നമ്മൾ മോണ്ടിസോറി ഒരുപാട് എക്സ്പെരിമെന്റ്സും മോണ്ടിസോറിയുടെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കൂളിലൂടെയാണല്ലോ മോണ്ടിസോറി എന്ത് ചെയ്തത്. മോണ്ടിസോറിയുടെ പോയിന്റ് ഓഫ് വ്യൂ കുട്ടികളിലേക്ക് എന്ത് ചെയ്ത് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് അപ്ലൈ ചെയ്തത് ആദ്യം അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളിലായിരുന്നു. പിന്നെ നോർമൽ ആയിട്ടുള്ള കുട്ടികളെ മോണ്ടിസോറി ആ ഒരു ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ വന്നത് ഈ ഒരു സ്കൂളിൽ നിന്നാണ്. ഈ ഒരു എന്താ പറയാ ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഈ ഒരു മോണ്ടിസോറി സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മോണ്ടിസോറി അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ സ്കൂളിലെ കുട്ടികളിൽ വന്ന മാറ്റം കണ്ടിട്ട് ഒരുപാട് വേൾഡ് വൈഡ് തന്നെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞ് ഒരുപാട് വേൾഡ് വൈഡ് ആയിട്ടുള്ള എന്താണ് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഓൾ ഓവർ ദ വേൾഡ് മോണ്ടിസോറി സ്കൂളുകൾ പല ഡിഫറെന്റ് കൺട്രീസിലും എന്ത് ചെയ്യാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ മോണ്ടിസോറിയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്സുകൾ, മോണ്ടിസോറി ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് ബുക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ബുക്സുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്, സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, child training, child place and education, reconstruction in education, Montessori method, advanced Montessori method എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബുക്കുകൾ എന്ത് ചെയ്തു മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കും ഒരു കൂടുതലായിട്ട് നമ്മളിപ്പോ ടെസ്റ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് അക്യൂർ ചെയ്യുന്നത്. നമുക്കും ഈ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഈ ബുക്കുകൾ റീഡ് ചെയ്യുന്നതിലൂടെ പറ്റും. അപ്പോൾ നിങ്ങൾ പറ്റാണെങ്കിൽ നമ്മൾ മോണ്ടിസോറി ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകൾ കിട്ടുകയാണെങ്കിൽ അത് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ കാര്യങ്ങൾ എന്താ പറയുക ഇൻഫർമേഷൻസും ഒരുപാട് ഡീറ്റെയിൽസും അക്യൂർ ചെയ്യാനും നോക്കണം. ദെൻ നിങ്ങൾക്ക് വായിക്കാൻ ചിലപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ ചിലപ്പോ ഓൺലൈനിലൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ഏതെങ്കിലും ആപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു ആപ്പ് യൂസ് ചെയ്താൽ റീഡ് ചെയ്യാറ്. ആപ്പിന്റെ പേരൊന്നും പറയില്ല, പബ്ലിസിറ്റി ആയിപ്പോയി. അപ്പോ അത് നിങ്ങൾ ഓൺലൈൻ ആപ്പുകൾ അറിയാലോ, റീഡിങ് ആപ്പുകൾ ഉണ്ടല്ലോ കോമൺ ആയിട്ട് മെയിൻ ആയിട്ടുള്ളത്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോണ്ടിസോറിയുടെ ഒരുപാട് ബുക്കുകൾ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഒരുപാട് ബുക്കുകൾ റീഡ് ചെയ്യാനും ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂർ ചെയ്യാനും പറ്റും. ഫസ്റ്റ് ടു പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യുവാണെങ്കിലും. Yes, ma'am. Through experimentation, she defined her method, which drew the attention of the whole world. She was invited worldwide to demonstrate her method. In the end, this leads to the establishment of many Montessori schools in different countries all around the world. Dr. Maria Montessori wrote a number of books on education: The Discovery of Child Education for a New World, The Secret of Education, Child Training, The Child's Place and Education, Reconstruction in Education, The Montessori Method, and The Advanced Montessori Method, etc. are some of her works. അപ്പോൾ ഈ ഒരു മെത്തേഡ് ത്രൂ മോണ്ടിസോറി ഈ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഈ മെത്തേഡിന്റെ ആപ്ലിക്കേഷൻ വഴി വേൾഡ് വൈഡ് ആ ഒരു അറ്റൻഷൻ കിട്ടി. ഇവര് മോണ്ടിസോറി ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ പോലും റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും റിക്വസ്റ്റ് ചെയ്യും. മോണ്ടിസോറി ഇന്ത്യ വിസിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പഠിക്കാനുണ്ട്. അപ്പോ അതേപോലെ മോണ്ടിസോറി ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇനി ബാബിനി എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് നമ്മൾ മോണ്ടിസോറി ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ത്രൂ എക്സ്പീരിമെന്റ്സിലൂടെയാണ്, റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സ്പീരിമെന്റ്സിൽ നിന്നാണ് മോണ്ടിസോറിയുടെ ഡിസ്കവറീസ് എടുത്താണ്. മോണ്ടിസോറി ഡിസ്കവേർഡ് എ വേൾഡ് വിത്ത് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ലോകം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് മോണ്ടിസോറി തിരിച്ചറിയുകയാണ് ചെയ്തത്. ദിസ് റിയലി ദിസ് ഡിസ്കവറി മെയ്ഡ് ഹെർ ഫേമസ്, നോട്ട് ഹെർ മെത്തേഡ്. മോണ്ടിസോറിയുടെ മെത്തേഡിനേക്കാളും കൂടുതൽ ഈ ഡിസ്കവറീസ് ആണ് മോണ്ടിസോറി എന്ത് ചെയ്തത് ഫേമസ് ആക്കി എന്നാ പറയുന്നത്. മോണ്ടിസോറി എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കവർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മൈൻഡിനെ ഒരുപാട് നേരത്തേക്ക് ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത്. ലവ് ഓഫ് റിപ്പീറ്റേഷൻ, അവർക്ക് ഒരു വർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കുട്ടികൾ കണ്ടു. ലവ് ഓഫ് ഓർഡർ,
കുട്ടികൾ ആ മെറ്റീരിയൽസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ പ്ലേസ് ചെയ്യാനായിട്ട് അവർക്കൊരു ഇഷ്ടമുണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ്, ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം ആർക്കാണ്? കുട്ടികൾക്കാണ്. ലവ് ഓഫ് വർക്ക്, അവർക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ടോയ്സ് ഒക്കെ ടോയ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് എന്താണ്? അവർക്ക് വർക്ക് ചെയ്യാനാണ്. നോ നീഡ് ഫോർ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ റിവാർഡിന്റെയോ പണിഷ്മെന്റിന്റെയോ ഒരു ആവശ്യകതയില്ല. ലവ് ഓഫ് സൈലൻസ്, അവർക്ക് ആ ഒരു സൈലൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ റൈറ്റിംഗ് ആൻഡ് റീഡിങ്, നമുക്ക് മോണ്ടിസോറി കുട്ടികള് റീഡ് ചെയ്യുന്നതിന് മുമ്പ് റൈറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അവര് നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ട്രേസ് ചെയ്യുന്നതിലൂടെ അവർക്ക് റൈറ്റിംഗ് സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ നേരത്തെ ഡെവലപ്പ് ആകും. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ, അവർക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇത് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്. ഓട്ടോ എഡ്യൂക്കേഷൻ മെയിൻ പ്രിൻസിപ്പിൾസ് നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അപ്ലൈ ചെയ്ത പ്രിൻസിപ്പിൾ ആയിരുന്നു ഓട്ടോ എഡ്യൂക്കേഷൻ. അതിലൂടെയാണ് ഈ പറഞ്ഞ ഡിസ്കവറീസ് ഒക്കെ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തത്? കണ്ടക്ട് ചെയ്തത്. നോക്കാം കേട്ടോ. മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. ഒരു 3 ഇയർ ഏജ് ഉള്ള ഒരു കുട്ടിക്ക് അവന്റെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. എന്ന് വെച്ചാല് ഒരു കുട്ടി മരിയ മോണ്ടിസോറി found that children as 3 years of age were able to concentrate. ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് അവന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്ന് ആ ഒരു ഡിസ്കവറി മരിയ മോണ്ടിസോറിക്ക് എക്സ്പീരിയൻസ് ചെയ്തു. She had found and was surprised to watch a child of about 3 working with noble cylinders. ഒരു നോബിൾ സിലിണ്ടേഴ്സ്. എന്താണ് നോബിൾ സിലിണ്ടർ എന്ന് പറഞ്ഞാല് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ നെക്സ്റ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്? നോബിൾ സിലിണ്ടർ. അത് കാണിച്ചു തരാം. അപ്പൊ അത് എക്സ്ട്രാ ഇൻട്രസ്റ്റോട്, ഓർഡിനറി ഇൻട്രസ്റ്റോട് കൂടി ആ കുട്ടി ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്ത് അവൻ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കുട്ടിക്ക് മറ്റ് ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ ചെയ്തു. കുട്ടികളെ കൊണ്ട് ആ കുട്ടിയുടെ ചുറ്റും നടത്തി പാട്ടൊക്കെ പഠിച്ചു. അതേപോലെ ആ ടേബിളിൽ മറ്റൊരു ടേബിളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തു. എന്നിട്ട് പോലും ഈ കുട്ടി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്നും ഒരു തനി പുറകിലോട്ട് പോവാതെ ആ ചെയ്യണ വർക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ എന്താ അതിൽ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വർക്ക് ചെയ്യുന്ന മെന്റൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. മറ്റു ഡിസ്റ്റർബൻസ് ഒക്കെ സാധാരണ കുട്ടികൾ ഡിസ്റ്റർബ് ആകുമ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുമ്പോൾ മേ ബി ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ കുട്ടി ഒരു പുറത്ത് നടക്കുന്ന ഡിസ്റ്റർബൻസ് ഒന്നും നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല. അവൻ നമ്മുടെ മൈൻഡിനെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേ അതിലൂടെ ആ വർക്ക് അവൻ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത്. അപ്പൊ ആ നോബിൾ സിലിണ്ടേഴ്സ് എന്താണെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം. നോബിൾ സിലിണ്ടേഴ്സ് മോണ്ടിസോറി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നോബിൾ സിലിണ്ടേഴ്സ് ആണ്. ഇതിന്റെ പെക്യുലാരിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മൾ കാണുന്നത് 10 സെറ്റ് ഉള്ള 4 പെയേഴ്സ് ആണ്. ഫസ്റ്റ് സിലിണ്ടർ എന്ന് പറഞ്ഞാല് ഹൈറ്റ് എല്ലാ സിലിണ്ടറിനും സെയിം ആണ്, പക്ഷെ വിഡ്ത്ത് കുറഞ്ഞു വരുന്നത്. എന്താണ്? ഹൈറ്റ് എല്ലാ സിലിണ്ടറിനും സെയിം ആണ്, പക്ഷെ വിഡ്ത്ത് എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത്. സെക്കൻഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഹൈറ്റ് കുറയുന്നുണ്ട്, അതേപോലെ വിഡ്ത്ത് എന്ത് ചെയ്യാണ്? കൂടാണ്. ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് വിഡ്ത്ത് എന്ത് ചെയ്യാണ്? കൂടിക്കൂടി വരാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റും വിഡ്ത്തും എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരുന്നത്. ഹൈറ്റും വിഡ്ത്തും എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരുന്നത്. ദെൻ ലാസ്റ്റ് സിലിണ്ടറില് വിഡ്ത്ത് സെയിം ആണ്, ഹൈറ്റ് കുറയുന്നു. ഹൈറ്റ് ഡിക്രീസിങ് ആൻഡ് വിഡ്ത്ത് സെയിം. വിഡ്ത്ത് സെയിം ആണ്, ഹൈറ്റ് ഡിക്രീസ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് കാണുമ്പോൾ എത്ര എഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു മെറ്റീരിയല് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ മാത്രമേ എന്താവുള്ളൂ? സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ അകത്തേക്ക് പോകും, അല്ലെങ്കിൽ അത് പുറത്ത് നിൽക്കും. അപ്പൊ ഒരു കുട്ടി ഈ ഒരു സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ കറക്റ്റ്
ആയിട്ട് അത് അവന് വീണ്ടും വീണ്ടും ഈ വർക്ക് മിസ്റ്റേക്ക് പറ്റുന്ന അവൻ വീണ്ടും ചെയ്യുന്നു, വീണ്ടും വീണ്ടും അവൻ ഈ വർക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പൊ മറിയാം മോണ്ടിസോറി എന്ത് ചെയ്തു, ഡിസ്റ്റർബ് ചെയ്തു കുട്ടീനെ. മറ്റു കുട്ടികളോട് പറഞ്ഞിട്ട് അവനെ ചുറ്റും പോയി ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഡിസ്റ്റർബ് ചെയ്തു. പക്ഷേ ആ കുട്ടി ആ ഡിസ്റ്റർബൻസ് ഒന്നും ഉൾക്കൊള്ളാതെ ആ കുട്ടി ആ വർക്കിൽ തന്നെ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു. വീണ്ടും മറിയാം മോണ്ടിസോറി ആ ഒരു ആൻസറിലേക്ക് അത് മാറ്റി വെച്ചെങ്കിലും പിന്നെയും ആ കുട്ടികൾ ആ കുട്ടി ആ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും അവൻ ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി. വീണ്ടും ആ ഒരു കാര്യം, ആ ഒരു മൈൻഡിലേക്ക് ആ വർക്ക് ചെയ്യുന്ന കാര്യം മാത്രമായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അവൻ ആ ഒരു മിസ്റ്റേക്ക് കൺട്രോൾ ഓഫ് ഫർദർ, സ്വയമേ തന്നെ കൺട്രോൾ ഓഫ് ഫർദർ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് തിരുത്തി വീണ്ടും അത് റിപ്പീറ്റ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ കുട്ടി 42ാമത്തെ പ്രാവശ്യമാണ് അത് ചെയ്തപ്പോ എന്ത് ചെയ്തത്, ശരിയായത്. 42ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴാണ് കറക്റ്റ് ആയിട്ട് എല്ലാ 10 സിലിണ്ടേഴ്സും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയത്, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ടാണ് അവൻ എന്ത് ചെയ്തത്, അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവരിത് ടെസ്റ്റ് ചെയ്തത്. അപ്പോ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മോണ്ടിസോറി ഡിസ്കവർ എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ത്രൂ വർക്കിലൂടെ മെന്റൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ത്രൂ വർക്കിലൂടെ മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെന്റൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ കുട്ടികള് ത്രൂ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നേരത്തേക്ക് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവർക്ക് വർക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ, റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ മറിയാം മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ഓക്കെ, മെന്റൽ കോൺസെൻട്രേഷൻ അറിയുന്ന റീഡ് ചെയ്യോ? ഓക്കെ, Maria Montessori found that children as young as 3 years of age were able to concentrate. She had found and was surprised to watch a child of about 3 working with knobbed cylinders, showing extraordinary interest in the material. The child's concentration was so deep that it seemed to have isolated her mentally from the rest of the environment. To test the severity of this concentration, asked the teacher to make the other children sign aloud round the child. But the child did not ever seem conscious of this disturbance. She continued just as before, mysteriously repeating the same exercise. Then Montessori slowly picked up the armchair on which the child was sitting with the child in it and placed her on a table. The child, who had strung onto her precious cylinders during this interruption, at once went on her task as if nothing had happened. With her scientific habit of measuring, Maria Montessori observed and counted the number of times the child repeated the exercise. It was 42 times, and yet the child looked pleased and rested after the child did the exercise. The automatic work of the children was later to become one of the fundamental principles of her method. വൺ മിനിറ്റ് ഞാൻ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. അതില് പ്ലസ്ഡ് എന്നല്ലേ, ലുക്ക്ഡ് പ്ലസ്ഡ്, അത് പ്ലഷേർഡ് ആണ് കേട്ടോ. എഡിറ്റ് ചെയ്താൽ മതി. പ്ലസ്ഡ് എന്നുള്ളത് പ്ലഷേർഡ് എന്നുവെച്ചാല് ആ കുട്ടിക്ക് ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്ലഷറാണ് സംഭവിച്ചത്, ജോലിയാണ് സംഭവിച്ചത്. പിന്നെ ആ കുട്ടി എന്ത് ചെയ്തു, റെസ്റ്റ് ആഫ്റ്റർ ദ ചൈൽഡ് ഡിഡ് ദ എക്സസൈസ്. ആ എക്സസൈസ് ചെയ്തതിനു ശേഷം ആ കുട്ടി റെസ്റ്റ് ചെയ്തു. ഈ ഒരു മെത്തേഡ് ഓട്ടോമാറ്റിക് വർക്ക് ഓഫ് ദ ചൈൽഡ് വാസ് ലേറ്റർ ബിക്കം ദ വൺ ഓഫ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഹർ മെത്തേഡ്. ഓട്ടോമാറ്റിക് വർക്ക് എന്നുള്ളത് ഒരു നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന് തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു തന്ന കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? വേഗം പറഞ്ഞ കാര്യങ്ങള് മാം, അത് പ്ലീസ്ഡ് എന്ത് ചെയ്യണ്ടേ? പ്ലഷേർഡ് എന്നാണോ കേട്ടോ. പ്ലഷേർഡ് സന്തോഷം എന്നൊക്കെയുള്ള മീനിങ്, ആനന്ദം, സന്തോഷിച്ചു എന്നൊക്കെ ഉള്ള മീനിങ്. പ്ലഷേർഡ്
ഓക്കെ, ഷഹാന അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, +2. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായാലോ മെന്റൽ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോ ഈ ഒരു മെത്തേഡ്, ഈ ഒരു എക്സ്പീരിയൻസ് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത പ്രിൻസിപ്പിൾ ആണ് ഇത് മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എത്ര ടൈംസ് ആ കുട്ടി ചെയ്തു എന്നാണ് മരിയ മോണ്ടിസോറി കൗണ്ട് ചെയ്തത്? ആ ഒരു നോബിൾ സിസ്റ്റം കുട്ടി റിപ്പീറ്റ് ആയിട്ട് എത്ര ടൈംസ് ആ വർക്ക് ചെയ്തു? 42. 42 ടൈംസ് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് ആ ലവ് ഓഫ് റിപ്പീറ്റേഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അടുത്ത് നമ്മുടെ ഡിസ്കവറി എന്താണ്? ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ്. ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്താണ്. ഫസ്റ്റ് പറഞ്ഞ എക്സ്പീരിയൻസ് എന്നാണ് മരിയ മോണ്ടിസോറിയുടെ ഓട്ടോമാറ്റിക് വർക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ നിന്ന് സെയിം വർക്ക് വീണ്ടും വീണ്ടും കുട്ടികൾ ചെയ്യുന്നതായിട്ട് മനസ്സിലായി. ഇറ്റ് ഈസ് ത്രൂ ദ റിപ്പീറ്റേഷൻ ദാറ്റ് റിയൽ ഡെവലപ്മെന്റ് occurs afterward. റിപ്പീറ്റേഷനിലൂടെയാണ് അവർ പെർഫെക്റ്റ് ആവുന്നത്. മാൻ മെയ്ഡ് ടു പെർഫെക്റ്റ് ത്രൂ എന്താണ് മാൻ മെയ്ഡ് ടു പെർഫെക്റ്റ് ത്രൂ പ്രാക്ടീസ് അല്ലെ, അങ്ങനെ പറയാറില്ലേ? നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇപ്പൊ നിങ്ങൾ മെറ്റീരിയൽസ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആവും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. പക്ഷെ വല്ലപ്പോഴും മെറ്റീരിയൽസ് ആയിട്ട് ഇന്ററാക്ഷൻ വരുന്നെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ചില മെറ്റീരിയൽസ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഒരു ബോർഡ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് മാത്തമാറ്റിക്കൽ ബോർഡ്. അത് ഭയങ്കരമായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ മെറ്റീരിയൽ ആയിരിക്കും ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഒരു കുട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ കുട്ടികള് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു, ഓരോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യും, അത് വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യുന്നു. ഒരു കുട്ടി വീണ്ടും ആ മെറ്റീരിയൽസ് തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയല് ഒരു ഇഷ്ടം, ആ വർക്ക് ചെയ്യാനായിട്ടൊരു ഇഷ്ടമുണ്ട്, അവരെ റിപ്പീറ്റ് ചെയ്യാനായിട്ടൊരു ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ്. മരിയ മോണ്ടിസോറി ഈ ഒരു ലവ് ഓഫ് റിപ്പീറ്റേഷനെ കുറിച്ചിട്ട് സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ബുക്കിൽ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തിട്ടുണ്ട്, റോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഒബ്സർവേഷൻ എന്നാണ്. സാധാരണ മോണ്ടിസോറി ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് കുട്ടികളോട് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പൊ കുട്ടികൾ ഇപ്പൊ ഈവൻ ഹാൻഡ് നല്ല രീതിയിൽ ക്ലീൻ ആണെങ്കിൽ പോലും കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ് വാഷ് ചെയ്യുന്നതായിട്ട് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അവരെ ആ വർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അത് അവരെ ഒരു എന്താ പറയാ ഒരു ലൈഫിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറാൻ ലവ് ഓഫ് റിപ്പീറ്റേഷൻ വീണ്ടും വീണ്ടും ആ വർക്ക് ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളുടെ കാര്യമാണെങ്കിൽ നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഒരു ആക്ടിവിറ്റി ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ നമ്മുടെ ഹോബി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ലൈഫിന്റെ നല്ലൊരു പാർട്ടായിട്ട് മാറും. നമ്മൾ 21 days കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഫുൾ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു പാർട്ടായിട്ട് അത് മാറും. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതാവാം, അല്ലെങ്കിൽ ഡയറ്റ് ആവാം. നമ്മൾ എന്ത് കാര്യം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അത് ഫുൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. കേട്ടിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ് മരിയ മോണ്ടിസോറിയുടെ നെക്സ്റ്റ് മെത്തേഡ്. എന്നുവെച്ചാല് അടുത്തൊരു ഡിസ്കവറി ആണ് ഏത് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. ഞാൻ വായിക്കാം മിസ്. Love of repetition. The second revolution made by children to their automatic work was their need to repeat the same things again and again. It is through repetition that real development occurs afterwards. In The Secret of Childhood, Maria Montessori wrote about how she taught the children to wash their hands and observed that the children would go on to wash even after they were cleaned. കുട്ടികള് എന്താണ് കൈ വാഷ് ചെയ്യുന്ന എങ്ങനെയാന്ന് ടീച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂണിഫോം ക്ലീൻ ആണെങ്കിൽ പോലും കുട്ടികള്
സെയിം ആക്ടിവിറ്റി വീണ്ടും ചെയ്യുന്നതായിട്ട് മലയാളം മോണ്ടിസോറി ചെയ്തു ഒബ്സർവ് ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു മാം. ഈ നമ്പർ വീലും നമ്പർ വീൽ ഞാനായിരിക്കില്ലല്ലോ ചാർട്ട് വർക്ക് തന്നിട്ടുണ്ടായിരുന്നു മാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ചെയ്തോ അത്? ഓക്കെ, ഒന്ന് പ്രസന്റ് ചെയ്യോ? ഞാൻ എന്നെ മാറ്റാം, പിൻ ചെയ്യാം. ഓക്കെ ആണോ? പ്രസന്റ് ചെയ്യാലോ എല്ലാവർക്കും? ഓക്കെ, ജസ്റ്റ് അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്യാമറ ഓൺ ചെയ്താൽ മതി. ഓക്കെ ഇടാം. ഓക്കെ, സെറ്റ്, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാണ്? വേറെ ആരും ചെയ്തിട്ടില്ല, നമ്മള് കഷ്ടപ്പെട്ട് ചെയ്തല്ലേ. രശ്മി, 1 minute രശ്മി. ഓക്കെ, ബേർഡ്സ്, ഡൊമസ്റ്റിക് അനിമൽസ്, ചാർട്ട് A4 ചെയ്തേ. വെജിറ്റബിൾസ് ഓക്കെ. അല്ല മിസ്, ചാർട്ട് വാങ്ങിച്ച് കട്ട് ചെയ്ത് ചെയ്തേ. അങ്ങനെ ചെയ്ത് ഓക്കെ. നെക്സ്റ്റ് ആരാണ്? ഞാൻ കാണിക്കാം മിസ്. ഞാൻ കാണിക്കട്ടെ മാം. എല്ലാരും പ്രസന്റ് ചെയ്തു, ഞങ്ങൾക്ക് കാണാൻ പറ്റും മറ്റേ. ഇപ്പൊ സിനുവിന്റെ കാണുന്നുണ്ട്, ഷാർപ്പ് തന്നെയാണ്. നല്ല പ്രസന്റ്. ഹെഡിങ് കൊടുക്കണം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബേർഡ്സ് എന്നൊക്കെ ഹെഡിങ് വേണേ. ഓക്കെ, കൊടുത്തിട്ടുണ്ട് മാം. അത് ഒന്ന് ചാർട്ടിൽ കളർ കൊണ്ട് എഴുതാനുണ്ട്. ആണോ? കളർ കൊണ്ടാണോ? അപ്പൊ കളർ ചെയ്താൽ മതി. നെക്സ്റ്റ് ആരാണ്? ബാക്ക് ക്യാമറ നോക്കാൻ പറ്റുന്നില്ലല്ലോ. ക്യാമറ ഓൺ ചെയ്തിട്ട് ഫോണില് ടോപ്പിലായിട്ട് റൊട്ടേഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്യാമറ ഓൺ ചെയ്തിട്ട് ഫോണിൽ ടോപ്പിലായിട്ട്. ഇപ്പൊ മഞ്ജുവിന്റെ കാണാൻ പറ്റുന്നുണ്ട് ചാർട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ മഞ്ജു. താങ്ക് യു മിസ്സേ. സബ്ജയുടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പോയി. ഓക്കെ, മഞ്ജു ഇല്ലടാ, സബ്ജമോലെ ഇമേജ് കാണണ്ട. കൃഷ്ണ കാണാടാ. ഇപ്പൊ കാണാം. സബ്ന കാണാടാ. കൃഷ്ണപ്രിയയും കാണാട്ടെ. നന്നായിട്ടുണ്ടേ. ഓക്കേടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എല്ലാവരും ഓക്കെ. ജിസ്ന കാണാൻ പറ്റണില്ലല്ലോ. ഇല്ല, മോന്റെ ഇമേജ് ബ്ലറായിട്ട് കാണുക. ആണോ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. അടുത്ത മോൻ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് പറ്റുന്നില്ല മിസ്. മുകളിലാണ്, ടോപ്പിലായിട്ട് ആരോ മാർക്ക്. അതാകുന്നില്ല. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. കാണാണ്ട് ഫ്രൂട്ട്സ് കണ്ടു. നന്നായിട്ടുണ്ട് കേട്ടോ. ആ ഇമേജസ് എഴുതിയിരിക്കുന്നത് കാണുമ്പോഴേ കുറച്ച് ലൈറ്റ് ആണ് ഷെയ്ഡ്. ചാർട്ടിന്റെ കളറിനോട് കുറച്ച് മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ബോൾഡ് ആക്കിയിട്ട് എഴുതാക്കാം. എന്ത് ചിന്തകൾ സാഹചര്യം തോട്ട് ഓഫ് ദ ഡേയും പ്രയറൊന്നും ഇല്ലാത്ത? ഞങ്ങൾ സീനിയർ ആയി, ഇനി ഞങ്ങള് ഇതൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചോ? ഓക്കെ, സൈനിങ്ങും തോട്ട് ഓഫ് ദ ഡേയും പ്രയറും. മാക്സിമം പ്രയർ, മാക്സിമം അല്ല, പ്രയർ എങ്കിലും വേണ്ട. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രയറോട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. പ്രയർ എങ്കിലും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ബാക്കി നമുക്ക് 2 എക്സംഷനിലാണ്. പ്രയർ എങ്കിലും വേണം. ഓക്കെ മിസ്സേ, ഡോക്ടർ മറിയ മോണ്ടിസോറിന്റെ സെമിനാർ എടുത്തത് അസൈൻമെന്റ് ചെയ്യണോ? അസൈൻമെന്റ് ചെയ്യണം കേട്ടോ. ഞാനത് ഉണ്ടെങ്കിൽ. ശരി, താങ്ക് യു ഓൾ. താങ്ക് യു മാം.